ഹലോ, ചാക്കോച്ചനല്ല, വക്കച്ചനാ, വക്കച്ചൻ. അയ്യോ, അല്ല, ടെലിഫോണിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം. ഉവ്വ്, എല്ലാം റെഡി ആവും, ഞാൻ റെഡി ആക്കും. ഉവ്വ്, കനത്ത രക്ഷാ നടപടികൾക്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു ചുക്കും സംഭവിക്കില്ല. ഓ ഓ ഓ ഓ ശരി. മന്ത്രി തോമാച്ച ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ മുറിയൊക്കെ ഒന്ന് തുറച്ച് വൃത്തിയാക്കിയിട്ടോ. ആ, എവിടെയോ ആ കോമരം? എണ്ണച്ചായം, പടം വരപ്പ് എവിടെ? അവിടെ നിന്ന് വരയ്ക്കുന്നുണ്ട്. കുറെ ദിവസമായല്ലോ ഇയാൾ വരയ്ക്കാൻ തുടങ്ങിയിട്ട്. അല്ല ആശാനെ, ഇത് എന്നാ ഇടപാടാ? ആഴ്ച ഒന്നായല്ലോ, ഇതൊന്നും തീർത്ത് തന്നൂടെ? മന്ത്രി ഇങ്ങോട്ട് വരുന്നുണ്ട് പടം കാണാൻ. നാളെ കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യാനുള്ളതാ. ആശാനെ, ഒന്ന് തീർത്ത് തരൂ. തീരുമ്പോ തീരും. എന്നോട് ചോദിച്ചിട്ടല്ലോ ഡേറ്റ് ഫിക്സ് ചെയ്തത്. പാതി ചെയ്യുന്ന പണിയില്ല, പെർഫെക്റ്റ് ആയിട്ടേ തരൂ. ചത്തവന്റെ പടത്തിന് എന്തോന്ന് പെർഫെക്ഷൻ ഇടോ? എങ്ങനെയെങ്കിലും തീർത്ത് താ. എന്താടോ ആപ്പീസിൽ വരുമ്പോഴൊക്കെ ഒരു മാല? നമസ്കാരം സർ. നമസ്കാരം. ആ, പടം വരപ്പ് എന്തായി? ഓ, അവനൊരു കള്ള വടുവൻ ആർട്ടിസ്റ്റ് ആണ് തോമാച്ച. ഞാൻ അന്നേരമേ പറഞ്ഞതാ, നമ്മുടെ പാർട്ടിയുടെ ബാനർ എഴുതുന്ന പിള്ളേരാരെങ്കിലും പോരായിരുന്നു? അബദ്ധം പറയാതോ. അയാൾ അക്കാഡമി അവാർഡ് വാങ്ങിച്ച ചിത്രകാരനാണ്. താൻ അയാളെ ചെന്ന് ശല്യം ചെയ്യായിരുന്നാ മതി, അയാൾ തീർത്തോളൂ. ആ, അനാച്ഛാദനത്തിന്റെ പ്രോഗ്രാം ഒക്കെ കറക്റ്റായി ചാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ. എന്താ ഒരു സംശയം? അതുള്ളതാണല്ലോ. അല്ല, പാല ഉദ്ഘാടനത്തിന് പോയ പോലെ ചളമാവുമോ? ഏറ് കൊള്ളേണ്ടി വരുമോ? ഞാൻ ഇതെന്നാ വർത്തമാനമാ തോമാച്ച? അന്ന് അങ്ങനെ പറ്റിപ്പോയി. സർക്കാരിന്റെ ഉദ്ഘാടനം നമ്മുടെ പാർട്ടിയുടെ കസ്റ്റഡിയിൽ ഒതുങ്ങോ? തൊഴുത്തിക്കുത്തല്ലയോ തൊഴുത്തിക്കുത്ത്. കൂടെ ഭരിക്കുന്ന എംബോക്കികളുടെ കക്ഷികൾ അവിടെ വന്ന് കൂയി വിളിച്ചാൽ നിയന്ത്രിക്കാനാവോ? ഇനിയിപ്പോ ഏറ് കൊള്ളാനാണ് വിധിയെങ്കിൽ ഞാൻ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുമോ? ഇല്ലയോ? അല്ല തോമാച്ച, ഒരു പേരിനെങ്കിലും മാത്തുക്കുട്ടിച്ചായന്റെ കുടുംബക്കാരെ ഒന്ന് വിളിക്കണ്ടായോ? ഒരു ചടങ്ങിന്. തള്ളയും മക്കളും ഒന്നും വരൂലായിരിക്കാം. മകനൊരുത്തനല്ലേ ബേബി, അവനെങ്കിലും. എല്ലാം അറിയാം, ഒന്നും അറിയാൻ മേലാന്ന് പറഞ്ഞ പോലാണല്ലോ. വിളിക്കാൻ ആര് പോവും? താൻ പോവോ വക്കച്ചാ? അല്ല തോമാച്ച, ചാക്കോച്ചൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഒന്നാമത് അവരുടെ നാട്. നമ്മുടെ പാർട്ടിയുടെ സ്ഥാപക നേതാവിന്റെ ചിത്രം അനാച്ഛാദനം ചെയ്യുമ്പോ അങ്ങേരുടെ വീട്ടുകാരെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാര് പറഞ്ഞ് നാറ്റിക്കും. വിളിച്ചാൽ ചിലപ്പോ അന്നെന്നും വരും, അന്നില്ലാന്നും വരും. ഇനി വിളിക്കാതെങ്ങാനും വലിഞ്ഞേറി വരുമോന്നാ എന്റെ പേടി. ചെറുക്കനിപ്പോ ഷാപ്പിലും ബാറിലും ഒക്കെയാ താമസം. മുടിഞ്ഞ് നാരായണക്കല്ല് പിഴുതു. ആ, മാത്തക്കുട്ടിച്ചായന്റെ മോനല്ലേ, നല്ല കൂർമ്മ ബുദ്ധിയായിരിക്കും. എത്ര വെള്ളം അടിച്ചാലും നല്ല വെളിവ് കാണും. ചെറുക്കം വന്നാൽ ചിലപ്പോ പബ്ലിക് അറ്റൻഷൻ അവന്റെ പുറത്തായിരിക്കും, പ്രത്യേകിച്ച് പത്രക്കാരുടെ. നമ്മളെ ഒരു തൊഴിൽ ഒഴിക്കാൻ നോക്കിയിരിക്കുകയല്ലേ അവന്മാര്. ഒരർത്ഥത്തിൽ ആലോചിച്ച അവനെ വിളിക്കുന്നതാ നല്ലത്. എല്ലാരും കൂടെ അവനെ അങ്ങ് ഒതുക്കിയേക്കണം. എന്താ ഒരു ആലുവാമണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാത്ത? അല്ല ബേബിച്ച മുതലാളി, ഇതിപ്പോ എത്രയായി? മുതലാളിയോ? ആ, മുതലാളി എങ്കിൽ മുതലാളി ഒരു ഡബിൾ ലാർജ് ഒഴിക്കും മുതലാളിക്ക്. കുഞ്ഞുകുട്ടി പരാധീനക്കാരന മുതലാളി, എന്റെ പണി കളയിക്കരുത്. ഇപ്പൊ തന്നെ 10,000 രൂപയുടെ ബില്ല് ബാക്കിയാണ്. ഒരു തുള്ളി തരരുതെന്ന സെക്രട്ടറി പറഞ്ഞത്. ഇനി തന്നാൽ എന്റെ പേരിൽ പറ്റെഴുതും. അത് വേണ്ട. അത്താഴപ്പട്ടണിക്കാരന്റെ പോക്കറ്റിൽ കയറ്റുള്ള ശീലം അറക്കത്തറവാട്ടിൽ ആർക്കുമില്ല, എനിക്കുമില്ല. പക്ഷെ ആ പറഞ്ഞ സെക്രട്ടറി ഞാൻ വെറുതെ വിടുകയല്ല. എവിടാ സെക്രട്ടറി? സെക്രട്ടറി മാഷേ, ഇന്നത്തെ എന്റെ കോട്ട തന്നില്ല. ഒരു ഡബിൾ ലാർജ് ഇതിൽ നിന്ന് എടുത്തോട്ടെ. ബേബി ചായൻ റമ്മല്ലേ കഴിക്കാറുള്ളത്? ഇത് ബ്രാൻഡി ആണല്ലോ. തെണ്ടിക്ക് എന്ത് ബ്രാൻഡടാ. അന്നമ്മച്ചേടത്തെ നേരെ ഒരുപാട് വൈകി. ഇനി ഇപ്പൊ ബേബി വന്നാ ഇക്കാര്യം പറയുന്ന അത്ര പന്തിയല്ല, അല്ലയോ കൊച്ചാ? ശരിയാ, നമുക്ക് പോവാം. അന്നമ്മ ചേടത്തി കാര്യം പറഞ്ഞാ മതി. ബേബിക്കിനി വരാൻ പറ്റിയില്ലാന്നിരിക്കട്ടെ, അന്നാമ്മ ചേടത്തിയും കുഞ്ഞുമോളും തീർച്ചയായും വരണം. നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും, പ്രത്യേകിച്ച് പാർട്ടിക്ക്. ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെയാകട്ടെ. സാർ, വീടെത്തി.
നീ വിട്. പോകാം. വക്കച്ചാ ഞാൻ എല്ലാം ചാക്കോച്ചൻ പറയും. ഞാൻ ചുമ്മാ വെറുതെ ചാക്കോച്ച ബേബിച്ചൻ വിളിക്കുന്നു. എല്ലാം അമ്മച്ചി പറയും. നിക്കടാ അവിടെ. ഇവിടെ വാ. ഇവിടെ വാടാ. എന്നെ കാണാൻ വന്നിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് പോവാ. കാര്യം പറ. ചാക്കോച്ചൻ പറയും. വക്കച്ചൻ പറയും. ചാക്കോച്ചൻ പറയും. വക്കച്ചൻ പറയും. ചാക്കോച്ചൻ പറയും. വക്കച്ചൻ പറയും. വക്കച്ചാ നിങ്ങൾ പോ. ദേ അമ്മച്ചി എന്നെ പറയും. കാണാൻ വരുന്നവരോട് പോവാൻ പറയാൻ അമ്മച്ചി ആരാ? വക്കച്ച വന്ന കാര്യം പറഞ്ഞിട്ട് പോടാ. ഞങ്ങൾ പോയി വെച്ച് നാളെ ഒന്നുകൂടെ വരാം. ഇപ്പൊ പറഞ്ഞ എന്നാ കുഴപ്പം? കാര്യം പറയടാ. നാളെ അപ്പന്റെ 1-ാം ചരമ വാർഷികമാണ്. അതിന് ആരുടെ? നിന്റെ അപ്പന്റെ? ഉം, ഉം. കള്ള തിരുമാലി. അപ്പന് പറയുന്നോടാ. വിടടാ. ഇങ്ങോട്ട് വാ. ഇവിടെ നിന്നോട് ഇങ്ങോട്ട് വരാനാ പിന്നെ പറഞ്ഞത്. അപ്പന് ഞാൻ പറഞ്ഞ അപ്പോഴേ പറഞ്ഞതാ ഈ കുരിശിന്റെ അടുത്ത് വരണ്ടാന്ന്. ഇവിടെ വണ്ടി വിടറോ. പുതപ്പിനകത്ത് കുന്തിരിക്കുന്ന ആർക്കെങ്കിലും അറിയോ? വാ. ഇതുപോലെ പല മാന്യന്മാരും എന്നെ കാണാൻ വീട്ടിൽ വരും. അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് അമ്മച്ചി എന്നെ അവമാനിക്കരുത് ഓ പറഞ്ഞേക്കാം. മാനിക്കേണ്ട ഒരാള്. അച്ഛൻ ഇരുന്ന് വല്ലതും കഴിക്കേ. അതിന് എന്നാ ഉണ്ടടി ഇവിടെ? രണ്ടാം പാടത്തൊന്നും കിട്ടിയില്ലയോ അത്താഴം? അമ്മച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പോടെ അവിടുന്ന്. നാളെ അപ്പച്ചന്റെ ആണ്ടാ. അങ്ങാരുടെ പടം അനാച്ഛാദനം ചെയ്യാൻ പോവാ ടൗൺ ഹാളില്. അതിന് വിളിക്കാൻ വന്നതാ അവര്. ആ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കൊങ്ങാക്കി പിടിച്ചത്. എന്റെ കർത്താവേ, ഈ പെങ്കൊച്ചിനെ ആരുടെയെങ്കിലും കൈ പിടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ കാലിന് വല്ല വിഷവും കൊടുത്ത് കൊന്നേച്ച് ഞാനും അങ്ങ് ചത്തേനെ. വിഷം ആരെങ്കിലും തന്നാ കഴിക്കാം. തന്നെ കഴിക്കാനുള്ള ചങ്കൂറ്റമില്ല. അതുകൊണ്ടാ. തരുന്നേ തന്നേര്, ഞാൻ കഴിക്കാം. അമ്മച്ചി കൂടെ കഴിക്കണമെന്നില്ല. നാളെ ഞാൻ വെളുപ്പിനെ വിളിക്കും. എന്തിനാ? അപ്പച്ചന്റെ ആണ്ടല്ലേ. ആ. പള്ളി കുർബാനയുണ്ട്. ചേച്ചിയും വരും. അച്ചായൻ. ആ വരാം. എനിക്കാരെയും പേടിയൊന്നുമില്ല. പള്ളിയിലും വീട്ടിലും 10 ആള് നടത്തും വരാൻ ഞാനെന്തിനാടി പേടിക്കുന്നേ? എനിക്കാരെയും പേടിയൊന്നുമില്ല. ഞാനെന്താ വല്ല കട്ടോ അതോ മോട്ടിച്ചോ? ആഹാ, എന്റെ അപ്പന്റെ ആണ്ടിന് പള്ളി പോയാൽ എനിക്കാരെ ലൈസൻസ് ഒന്നും വേണ്ടടി. എന്റെ അപ്പനാ. എന്റെ അപ്പൻ മരിച്ച പിന്നെ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത് എന്റെ അപ്പന് വേണ്ടി പള്ളി പോവാൻ? എന്റെ അപ്പനുള്ള കാലത്ത് ഇവനൊക്കെ എന്റെ മുമ്പിൽ കൈയും കെട്ടി വന്നിട്ടുള്ളൂ. അതറിയോ നിനക്ക്? അച്ഛൻ പോയി കിടക്ക്. ഞാൻ പറയും, ഇനിയും പറയും, എല്ലാരോടും പറയും. വാ അച്ചായ. ഒന്ന് വേഗമാകട്ടെ എന്റെ നാണി. പള്ളിയിൽ പോയേച്ചും വരുമ്പോഴേക്കും എല്ലാം തയ്യാറാവണം. ഇതിന് തേങ്ങ അരച്ചില്ലേ? അരയ്ക്കാൻ പോവാ. ഒരു 100 ആളുണ്ടാവോ നാണി ഉച്ചയ്ക്ക്? എന്തോ അമ്മച്ചി എന്നോടൊന്നും പറഞ്ഞില്ല. ഉച്ചക്കിപ്പോ എത്ര പേർക്ക് കരുതണം? 50. അത്രയ്ക്കൊന്നും കാണില്ല നാണി. ലീലാമ്മയും കെട്ടിയോനും വരും. പിന്നെ ഇടവകയെന്ന് പഴയ ആൾക്കാർ വന്നെങ്കിലായി. പാർട്ടിക്കാരിപ്പോഴിങ്ങോട്ടൊന്നും. ചിലപ്പോ കൂപ്പിന്ന് പണിയന്മാര് കുറെ പേര് വരും. വന്ന് അവർക്ക് എന്തെങ്കിലും കൊടുത്തയക്കണം. ഈ പെണ്ണ് ഇതുവരെ കുളി കഴിഞ്ഞില്ലേ? കുഞ്ഞുമോളെ, എന്നാ മച്ചി നീ ഇത് എന്നാ കുളിയാ കുളിക്കുന്നേ? ബേബിക്ക് കാപ്പി കൊടു. നീ അവനോടൊന്ന് പറ, എന്നാത്തിനായി പൊരുന്നിരിക്കുന്നേ? ആരെ പേടിച്ചിട്ടാ? ഇന്നെങ്കിലും പുറത്തിറങ്ങി പള്ളി വരെ ഒന്ന് വരാൻ പറ. അപ്പന്റെ ആണ്ടല്ലേ. ഞാൻ പറഞ്ഞു നോക്കാം. അച്ചായ, അച്ചായ, ദാ കാപ്പി കഴിക്കേ. അവിടെ വെച്ചേക്ക്. ഇത് എന്നാ ഇരിപ്പാ? കുളിക്കുന്നില്ലേ? കുളിക്കാം. പള്ളി വരുന്നില്ലേ? നിങ്ങൾ വെക്കും, ഞാൻ പറയാം. ഇന്നെങ്കിലും പള്ളി വരെ ഒന്ന് വന്നൂടെ? അപ്പന്റെ ആത്മാവിനെങ്കിലും സമാധാനം ഉണ്ടാവട്ടെ. എടി കുഞ്ഞുമോളെ, അവൻ വരുന്നെങ്കിൽ വരട്ടെടി. നീ വാ. അമ്മച്ചി പറയുന്ന ഒന്നും നോക്കണ്ട. ആൾക്കാരെന്ത് പറയും അച്ചായ? പോരാഞ്ഞ് ചേച്ചിയും ചേട്ടനും പിള്ളേരും പള്ളിയിലോട്ട് വരും. ഇന്നെങ്കിലും അവരോട് ഉച്ചയ്ക്ക് ഉണ്ടിട്ട് പോവാൻ പറ. അവൾക്ക് അവളുടെ വീട്ടിൽ വന്ന് ഊണ് കഴിക്കുകയോ താമസിക്കുകയോ ചെയ്യണമെങ്കിൽ ഞാൻ പറയണോ? നിങ്ങൾ പറഞ്ഞാലും പോരെ? ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അന്ന് വഴക്കിട്ട് പോയത് പിന്നെ. എടി കുഞ്ഞുമോളെ, നീ അമ്മച്ചെ കൊണ്ട് എന്നെ ചീത്ത കേൾപ്പിക്കാതെ കുഞ്ഞുമോളെ. എനിക്ക് വയ്യ ആളുകൾ കൂടുന്നിടത്തൊക്കെ വരാൻ. പേടിയല്ല, നാണം എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ.
തന്തയെ കൊല്ലുന്നാണല്ലോ അമ്മച്ച പോലും വിളിക്കുന്നേ. എനിക്ക് വയ്യ. ഇത്തിരി കഴിച്ചോണ്ടാണ് എവിടെ വേണേലും വരാം. അതേതായാലും രാവിലെ വേണ്ട. അതുകൊണ്ടാ പറഞ്ഞത്. നീ പോയിക്കോ, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അച്ഛനൊന്ന് വീട്ടിലോട്ട് വരണം. ചാത്തവും ചടങ്ങൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. അച്ഛനോട് ഇച്ചിരി സംസാരിക്കാനുണ്ട്. അങ്ങോട്ട് പറയേ. എന്താ ജെയിംസ് കുട്ടി? അത് പിന്നെ അല്ലെങ്കിൽ വേണ്ട. വീട്ടിലാവുമ്പോ ചിലപ്പോ അതൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല. ഞങ്ങൾ മേടയിലേക്ക് വരാം, അച്ഛന്റെ മുറിയിലേക്ക്. അമ്മച്ചിയും കുഞ്ഞുമോളും വീട്ടിലിറങ്ങിയിട്ട് വണ്ടി വിട്ടാ മതി. ഞങ്ങൾ അല്പം സംസാരിച്ചിട്ട് വരാം. കുട്ടികളും പൊയ്ക്കോളൂ. വാ മക്കളെ. അച്ഛോ, ഞാൻ ഈ സ്റ്റഡി ക്ലാസ് എടുത്തൊന്ന് അച്ഛനെ പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പുതിയ ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശപ്രകാരം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തുല്യ അവകാശമാണെന്നാണല്ലോ വെപ്പ്. എത്ര വർഷമായ അച്ഛോ കല്യാണം കഴിഞ്ഞിട്ട്? വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അത് അറിയാഞ്ഞിട്ടല്ല. അപ്പനുള്ള കാലത്ത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ടി വരില്ലായിരുന്നു. എത്ര ലക്ഷക്കണക്കിന് സ്വത്ത് അന്യാധീനപ്പെട്ടു പോയത്. അതിന്റെ മൂന്നിലൊന്നെന്ന് പറയുമ്പോ ഇങ്ങനൊന്നും ചിലപ്പോ പറയത്തില്ലായിരിക്കും. പക്ഷേ നാത്തൂമാരും അമ്മായിയമ്മയും നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ ചവിട്ടും കുത്തും കൊള്ളിവാക്കും അനുഭവിക്കുന്നത് ഞാനാ. മാത്തുക്കുട്ടി മരിച്ചിട്ടിപ്പോ 1 വർഷമായി. അതേ പിന്നെ സ്വത്തുക്കളും തോട്ടവും കൂപ്പും എല്ലാം അന്യാധീനപ്പെട്ടു പോയി. അതൊന്നും എന്റെ കുറ്റം കൊണ്ടല്ലല്ലോ. ബേബിയുടെ കുറ്റം കൊണ്ടും അല്ലല്ലോ. കുറെയൊക്കെ പാർട്ടിക്ക് വേണ്ടി മാത്തുക്കുട്ടി തന്നെ നശിപ്പിച്ചു. ഇനിയിപ്പോ ദൈവഹിതമാണെന്ന് കരുതുക, അതേ നിവൃത്തിയുള്ളൂ. അച്ഛോ, ഇതൊക്കെ വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കൊള്ളാം. ദാണ്ടേ അച്ഛനൊന്ന് വന്ന് നോക്ക്. തിരുവനന്തപുരത്ത് ഞങ്ങൾ തറയും കെട്ടിയിരിക്കുക. ഈ 1.5 ചക്രത്തിന്റെ ശമ്പളം കൊണ്ട് എന്നൊരു വീടാകാനാ അച്ഛോ ഞങ്ങൾക്ക്? എനിക്കൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല. ആകെ ഉള്ളതൊരു വീടാ. ഇളയ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ലീലാമ്മ പറയുന്നത് പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഗവൺമെന്റ് സെക്രട്ടറി അല്ലേ ജെയിംസ് കുട്ടി? അച്ഛോ, എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിരുന്നെങ്കിൽ 1 മാസത്തെ തേങ്ങ വീഴുന്ന കാശുണ്ടോ ഇവരുടെ ശമ്പളം? അനുഭവിക്കാൻ വിധി വേണം. എനിക്ക് മാത്രമല്ല. ഞാൻ ഏതായാലും ബേബിയോട് പറയാം. പക്ഷേ എന്നാ പറയുന്നേ? അവനെ വിളിച്ചില്ലേടി? എല്ലാരും പോയി, ഇനി വെളിച്ചത്തോട്ട് വരാമെന്ന് പറ. അച്ചായ, അച്ചായ. നൂറുകൂട്ടം ജോലി തിരക്കിനിടയ്ക്കാ വന്നത്. പടി ചവിട്ടരുതെന്ന് വിചാരിച്ചതാ. ഞങ്ങളിപ്പം വൈകിട്ട് അങ്ങ് പോവും. ഞാൻ ബേബിയോടാ പറഞ്ഞത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? വൈകിട്ട് പോകുമെന്ന് പറഞ്ഞാ പോകണ്ടെന്ന് ഞാൻ പറയണോ? അതല്ല, പോണേന് മുമ്പ് എന്തേലും ഒരു തീരുമാനം വേണം. അച്ഛൻ നിന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. ഊണ് കഴിഞ്ഞ് പള്ളി വരെ ഒന്ന് ചെന്നാ വണ്ടിയുണ്ട്, ഡ്രൈവറുണ്ട്. അച്ഛൻ എന്നത്തിനാ ഇപ്പൊ ഇവനെ കാണുന്നേ? അപ്പച്ചന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വന്നതാണെന്നാണോ അമ്മച്ച് വിചാരിച്ചത്? ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശം അച്ഛനെ പഠിപ്പിച്ച് കാണും, എന്നെ പഠിപ്പിക്കാൻ. അപ്പനുള്ള കാലത്ത് അന്യാധീനപ്പെട്ടു പോയ നമ്മുടെ സ്വത്തുക്കളും തോട്ടങ്ങളും ഒക്കെ ഞാൻ തച്ചോളി ഓതേനെ പോലെ പടവെട്ടി പിടിച്ച് അത് കറക്റ്റ് 3 വീതിച്ച് അതിലൊരു വീതം ഇപ്പൊ കാറിന്റെ ഡിക്കിലോ ലോറിയിലോ കൊടുത്തു വിടണം. അതിന് അച്ഛന്റെ വക ഉപദേശം. അതല്ല ബേബി, ഇവിടുത്തെ അവസ്ഥ അറിയാത്തതുകൊണ്ടല്ല, കാശിനോടുള്ള ആർത്തി കൊണ്ടുമല്ല. ഓ അറിയാവേ, ഈ നിയമം പാർലമെന്റിൽ പാസ്സാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ അപ്പനുള്ള കാലത്ത് എല്ലാവർക്കും തുല്യ വീതമാണെന്ന് ഈ കല്യാണം നടക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു.
അന്നത്തെ നിലയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ വീതം കിട്ടുമെന്ന് വിചാരിച്ചല്ലേ എന്റെ പൊന്നളിയ അളിയനും അളിയന്റെ അപ്പനും കൂടെ ഈ കല്യാണത്തിന് ഇടംബലം നോക്കാതെ കേസ് മൂളിയത്. ഇല്ലെങ്കിൽ ഞാനിവിടെ കെട്ടാമങ്കയായിട്ട് നിന്നു പോകുമായിരുന്നു. റൂൾസും വകുപ്പും ഒന്നും നോക്കിയിട്ടല്ല അളിയോ. എത്ര തവണ പറഞ്ഞു, നിവൃത്തികേട് കൊണ്ടാ. ഈ വീട് വിതിരിക്കുന്ന 10 ഏക്കർ സ്ഥലവും ഇതിന്റെ പുറത്ത് തന്നെ 6-7 ലക്ഷം രൂപ കടമെടുത്തിരിക്കുക. അതും കോടതിയിൽ നിന്നുള്ള ഇഞ്ചക്ഷനുണ്ട്. എന്താണ് അവന്മാർ ഇത് വന്ന് എടുത്തോണ്ട് പോകാത്തതെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ വീഴുന്ന തേങ്ങയും റബ്ബറും കൊണ്ട് കടം വീട്ടാൻ തന്നെ അച്ചായൻ പാടുപെടുവാ. ആരാടി പാടുപെടുന്നത്? പലിശയെങ്കിലും അടയ്ക്കാതെ കിട്ടുന്ന കാശ് മുഴുവൻ കള്ള് ഷാപ്പിലും ചാരായ ഷാപ്പിലും കൊണ്ടുപോയി കൊടുക്കല്ലേ ഇവൻ. എന്റെ മക്കളും കൂടെ അനുഭവിക്കേണ്ടതാ ഷാപ്പി കൊണ്ട് മുടിപ്പിക്കുന്നത്. ചേച്ചി, നീ പോടി ഓടുന്നു. എത്ര പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു ഈ വീട് സ്ഥലവും വിൽക്കാൻ. ഇത് വിറ്റ് 1/3 ഭാഗം എടുത്ത് ഇവളെ കെട്ടിക്ക്. നീ ഒരു വീതം എടുക്ക്. കടവും ബാധ്യതയുള്ള വീടല്ലേ ലീലാമ്മേ, ഇതിപ്പോ വാങ്ങാൻ ആരെങ്കിലും വരുവോ? കടവും ബാധ്യതയും ഒന്നും എനിക്കറിയണ്ട. അത് തീർക്കാൻ ഇവൻ ഷാപ്പിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? അമ്മച്ചി അതിനെന്താ ഉത്തരം പറയാത്തെ? മുതുപാതിൽ അവരെ കള്ളും കുടിച്ച് 1 കൊല്ലമായിട്ട് വീട്ടിനകത്ത് പൊരുന്നിരിക്കുകയല്ലേ അവൻ. ഇവനെന്താ വിദ്യാഭ്യാസം ഇല്ലേ? ഒരു ജോലിക്കെങ്കിലും ശ്രമിച്ചൂടെ? ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? ലീലാമ്മേ, ബേബി കഴിച്ചിട്ട് പോകാൻ. ഈ ചേച്ചി വന്നാ ഇതാ. ഒന്നുമില്ലേലും ചേച്ചിയുടെ ഒരു ടെലിഫോൺ കോൾ മതി. എന്ത് സമാധാനം ഉണ്ടായിരുന്നു ഈ വീട്ടില്? കുറഞ്ഞ വർഷം പകലുള്ള നേരത്തെങ്കിലും. അതേടി, ഞാൻ വന്നതാ കുറ്റം. എടി ലീലാമ്മേ, എന്തോ നാടിയത്? ഒന്ന് മതിയാക്കും മനുഷ്യ. എന്നേക്ക് പിള്ളേരെ. ലീലാമ്മേ, നീ എന്നായി കാണിക്കുന്നേ? മതി അമ്മച്ചി, മതി. സമാധാനായി. 6-ാം വട്ടം 100 വട്ടം എഴുത്തും 25 ഫോണും വന്നിട്ടാ ഞാൻ വന്നത്. എനിക്ക് ഇത് തന്നെ കിട്ടണം. വെള്ളിയമ്മച്ചി പോട്ടെ. പാടി. അടിയെന്ന് മനസ്സിലായില്ലേ? കിഴക്കിന്ന് വരിക കൂപ്പിന്ന്. തങ്ക കൊച്ചുകൂപ്പേ, ഇത് കൊച്ചുകൂപ്പിന്റെ മോളാ മല്ലി. തൊഴടി വണക്കം. തൊഴേ. എന്താണാവോ? കൊച്ചമ്പ്രന് വിളിച്ചേ. കൊച്ചമ്പ്രാനല്ല, കൊച്ചു മാടമ്പി. മോളിലുണ്ട്. കാണിക്കായിട്ട് ചാരായ മറ്റോ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊടു, സമാധാനാവട്ടെ. അല്ല, വല്യമ്മന്റെ ആണ്ടടി എന്തിനായിട്ട്? ഇവിടെ ചാവടിയന്ത്രോ സദ്യയൊന്നുമില്ല. തറവാട് കുത്തുവാള എടുത്തിരിക്കുക. വണ്ടിയെട്.